ഇപ്പോൾ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. റോഡ് സേഫ്റ്റി വിദഗ്ധൻ ആണ് അദ്ദേഹം. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇവിടെ പല വികസന പദ്ധതികളും യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ പിതൃത്വം ഞങ്ങളുടേത് മാത്രം എന്ന അവകാശ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതാണ്ട് ദേശീയപാതയുടെ കാര്യത്തിലും അത്തരം തർക്കങ്ങൾ അത് പൂർത്തിയാകുന്നതിന് മുമ്പേ ഉണ്ടായി. പക്ഷേ തകർന്നു കഴിയുമ്പോൾ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? ഞങ്ങൾ ഭൂമി ഏറ്റെടുത്ത് നൽകുക മാത്രമാണ് ചെയ്തത് എന്നുള്ള വാദമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും പറ്റില്ല. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഏറ്റവും പ്രൈം ആയിട്ടുള്ളത്. കാരണം ഈ ഹൈവേ പണിയുന്ന കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ, മഴയുടെ അളവ്, പിന്നെ ട്രാഫിക്കിന്റെ ഡെൻസിറ്റി, ഇതെല്ലാം ബഹുമാനപ്പെട്ട പീഡബ്ല്യൂഡി മന്ത്രി കാണേണ്ടതാണ്. അദ്ദേഹം പല പ്രാവശ്യം ഈ റോഡെ പോയപ്പോഴേ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ചീഫ് എഞ്ചിനീയറെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തേനെ ഇതിന്റെ ഡിഫക്റ്റ് ഇത്രയാണ്, ഇത് ഇന്നത് ഇഷ്യൂ ആണ്. അഭിലാഷേ, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ ദേശീയപാത അതോറിറ്റിയുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് വ്യാപകമായ അഴിമതിക്ക് വേണ്ടിയാണ്. അതായത് ഇപ്പൊ നമ്മൾ മണ്ണുത്തി എക്സാമ്പിൾ പറയാം. മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയാണ് കേരളത്തിലെ ആദ്യത്തെ ടോൾ കമ്പനിയുടെ റോഡ്. അത് 2011 60% മാത്രം പണി പൂർത്തീകരിച്ചിട്ട് ടോൾ പിരിക്കാനായിട്ട് കേരള ഗവൺമെന്റ് സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് കൊടുത്തു. 60% തീർന്നിട്ടുള്ളൂ. നിയമപ്രകാരം 100% പണി പൂർത്തീകരിച്ചിട്ടാണ് അതിന്റെ COD കൊടുക്കേണ്ടത്. അതിന് പകരം അന്ന് ഇവിടുത്തെ എല്ലാ കക്ഷികളും ഇടപെട്ടിട്ട് CODക്ക് അനുമതി കൊടുക്കുകയും അവർ പിരിവ് തുടങ്ങിയിട്ട് അവർ 6 മാസം കൊണ്ട് ബാക്കിയുള്ള പണി തീർക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും 2025 പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇതൊരു ലോങ് ടൈം അഴിമതിയാണ്. ഇവിടുത്തെ കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പോക്കറ്റിലേക്ക് കാശി വീഴുന്ന ഒരു പണിയാണ്. ഇത് തന്നെയാണ് ദേശീയപാത അതോറിറ്റി ചെയ്തത്. ഈ മൂര്യാട് തൊട്ട് അവിടൊക്കെയുള്ള വീഴ്ചകൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ ഇതിനെ കണ്ടിട്ട് ടോൾ പിരിക്കാനുള്ള അനുമതി ഉറപ്പായിട്ടും കൊടുക്കും. കഷ്ടകാലത്തിന്, അവരുടെ കഷ്ടകാലത്തിന് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോഴേക്കും ഇനിയിപ്പോ ടോൾ പിരിക്കാൻ പറ്റില്ല. പക്ഷേ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഡ്ഡി കമ്പനിമാര്, കേരളത്തിൽ റെഡ്ഡിമാരെ കിട്ടുള്ളൂ. എന്തെല്ലാം നല്ല കമ്പനികളുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടില് ഞാൻ പോലീസിന് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്ന ആളാണ്. അവിടെ എല്ലാം ലാർസൻ ആൻഡ് ടൂബ്രോ അല്ലെങ്കിൽ ഷപ്പൂർജി പല്ലോൺജി, വേണ്ട, കേരളത്തിൽ തന്നെ നമ്മുടെ എത്രയോ നല്ല റോഡ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും, അതായത് റെഡ്ഡിമാര് പല പേരിൽ ഇവിടെ കേരളത്തിലെ ഹൈവേകൾ പണിഞ്ഞ് കുളവാക്കിയിട്ടേക്കാണ്. അതായത് എടപ്പള്ളി തൊട്ട് നമ്മുടെ മണ്ണുത്തി തൊട്ട് വാളയാർ, ഇതെല്ലാം കാലതാമസം കൊണ്ട് ഗതാഗത കുരുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് ഒരു അഴിമതിയുടെ, അത് ഭയാനകമായ അഴിമതിയുടെ ഒരു സ്കോപ്പാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിന് അല്ല, അതിലിപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ കേന്ദ്രത്തിനും പങ്കുണ്ട് എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും കേന്ദ്രത്തിന് പങ്കുണ്ടല്ലോ. കേന്ദ്രത്തിന് അറിയില്ലേ? ദേശീയപാതകള് ഇത് 66 എന്ന് വെച്ചാൽ പൻവേൽ തൊട്ട് കന്യാകുമാരി വരെ പോകുന്ന റോഡില് ഈ പറഞ്ഞ പൻവേൽ തൊട്ട് മംഗലാപുരം വരെ ഒരു കുഴപ്പമില്ലല്ലോ. എന്താ കേരളത്തിൽ വരുമ്പോ മാത്രം ഇങ്ങനെ വിള്ളലും ഒലിച്ചുപോക്കലും ഒക്കെ നടക്കുന്ന? അവിടെ ഈ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നാണ് പറയുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പോഴും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉണ്ട് എങ്കിൽ ആ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടാണല്ലോ നിർമ്മാണം നടത്തേണ്ടതല്ലേ? അഭിലാഷേ, ഈ കർണാടകയുടെ ഉടുപ്പി മേഖലകള് അല്ലെങ്കിൽ അങ്ങനെ പല മംഗലാപുരം തൊട്ട് ഉടുപ്പി, അവിടെ എല്ലാം തന്നെ കേരളത്തിൻ്റെതായ കാലാവസ്ഥയാണ്. മഴയും വെള്ളപ്പൊക്കവും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും തന്നെ ഇതേമാതിരി മോശപ്പെട്ട റോഡ് പണിയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടൊക്കെയുള്ള റോഡുകൾ പൂർണ്ണമായിട്ടും സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പണിയാനും തുടക്കത്തിൽ DPR പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവർ കൺസൾട്ട് ചെയ്യും. അതായത് ലോക്കൽ ചീഫ് എഞ്ചിനീയർമാരോടോ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർമാരോ കൺസൾട്ട് ചെയ്യും. ഇത് ബഹുമാനപ്പെട്ട PWD മന്ത്രി റോഡിന്റെ മുകളിൽ കൂടെ പല പ്രാവശ്യം പോയിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് സ്വന്തം ചീഫ് എഞ്ചിനീയറെ കൂടെ കൂട്ടിയില്ല? ഇത് നിലനിൽക്കുമോ? അത് എന്താണ് ഇതിന്റെ? അല്ല, അതൊക്കെ പലപ്പോഴും ഈ PR വർക്കിന്റെ ഒരു ഭാഗമായിരുന്നല്ലോ. അതിങ്ങനെ നടക്കുമ്പോൾ വീഡിയോ എടുക്കുന്നു. ആ വീഡിയോയിൽ ഇത് ഞങ്ങൾ ആണ് എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്, എല്ലാം കൃത്യമായി പോകുന്നുണ്ട്, അതിവേഗമാണ് ഈ നിർമ്മാണം നടക്കുന്നത് എന്നൊക്കെ പറയുകയും അതിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയുമാണല്ലോ ചെയ്തത്. പക്ഷെ ഇതിന്റെ ഉള്ളില്, ഞാൻ തുറന്നു പറയുകയാണ്, ഇതിന്റെ ഉള്ളില് അനേകം കോടി, 100 കണക്കിന് കോടിയുടെ അഴിമതി ഇതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾ വേറൊന്നും വേണ്ട, ഒരു കേസ് സ്റ്റഡി ആയിട്ട്
ഈ പറഞ്ഞ NH 544 മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള റോഡ് നിങ്ങൾ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുക. അതിനകത്ത് എനിക്കറിയാം, ഞാൻ അവിടെ 2012-13 കൊല്ലക്കാലത്ത് ജോലി ചെയ്താണ്. ഞാൻ ചീഫ് ട്രാഫിക് മാനേജ്മെന്റ് എക്സ്പെർട്ട് ആയിരുന്നു. അവിടുത്തെ എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ഏതൊക്കെ പാർട്ടിക്ക് എത്ര രൂപ മാസാമാസം കൊടുക്കുന്നുണ്ട്. അവര് ടോള് കൂട്ടാൻ വേണ്ടി, വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തടസ്സങ്ങളെല്ലാം അവഗണിച്ചിട്ട് ടോള് കൂട്ടുന്നുണ്ട്. പണി തീർന്നിട്ടില്ല. ഇപ്പൊ തൃശ്ശൂർ വരെ പോയിച്ചു വരണമെങ്കിൽ എറണാകുളത്തുനിന്ന് 3 മണിക്കൂർ എടുക്കും. എത്ര ദൈർഘ്യം? 65 കിലോമീറ്റർ. എന്തുകൊണ്ടാ? അതിന്റെ അണ്ടർപാസ്, അതിന്റെ ഫ്ലൈ ഓവേഴ്സ് ഒന്നും തന്നെ പണി തീർന്നിട്ടില്ല. അതേപോലെ ഒരു പാതയാണ് ഇപ്പോ ഇവര് ഈ പറഞ്ഞ റെഡ്ഡി കമ്പനി ഉണ്ടാക്കാനിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് നല്ലൊരു കോൺട്രാക്ടറെ നമുക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിന് വേണ്ടി വരുന്നതല്ല ഈ റെഡ്ഡി കമ്പനികളാണ്. എന്തുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി അഭിലാഷേ, ലാർസൻ ആൻഡ് ടൂബ്രോ അല്ലെങ്കിൽ ഷപ്പൂർജി പല്ലഞ്ചി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നല്ല ക്വാളിറ്റിയുള്ള റോഡ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവര് പ്രാദേശികമായിട്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കേരളം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആയിട്ടല്ല പണിയേണ്ടത്. കാര്യം ഇത് പാടം നിർത്തി പണിയുമ്പോൾ ഒരു വലിയ മണ്ണൊലിപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് തള്ളിപ്പോവും. അത് തന്നെയാ സംഭവിച്ചേക്കുന്നത്. ഇവിടെ വേണ്ടത് പില്ലർ പൊക്കെയുള്ള റോഡാണ്, എലിവേറ്റഡ് ആയിട്ട് പണിയുന്നത്. നീരൊഴുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള റോഡ് നിർമ്മാണം വേണം. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മെയ്സന്മാര്, ഈ കെട്ടിടം പണിയുന്ന, കിണർ പണിയുന്ന പയ്യന്മാര് വരെ പറയുന്നുണ്ട് ഇത് തെറ്റാണെന്ന്. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട PWD മന്ത്രിക്ക് ചെവിയിലേക്ക് ഇത് പോകുന്നില്ല? അപ്പൊ ഇതിന്റെ പിന്നിൽ വ്യാപകമായ അഴിമതിയുണ്ട്. ദേശീയപാത അതോറിറ്റിക്കും ഉണ്ട്, ഇതിന്റെ മിഡിൽമാൻ ഉണ്ട്, പിന്നെ വേറെ ആർക്കൊക്കെ ഉണ്ടെന്നുള്ളത് എന്നെ സമയം കിട്ടുമ്പോൾ എന്നെ ഒന്ന് ടെലിഫോണിൽ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കുന്നുണ്ടെന്ന്. ശരി, തീർച്ചയായും ഹൈക്കോടതി എന്തായാലും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിക്കും പരിമിതികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.